ഗസയിൽ കയറി അടിച്ച് നിലം പരിശാക്കി. അതിനിടയിൽ ലബനനിലും കനത്ത ആക്രമണം നടത്തി ലബനനിലെ അതിർത്തികൾ മുഴുവൻ തവിട് പൊടിയാക്കി. ഇറാനിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കവേ ഇറാന്റെ ആണവ നിലയങ്ങളെല്ലാം തവിട് പൊടിയാക്കി മാറ്റി. അതിനിടയിൽ ടുണീഷ്യയുമായും ഒന്ന് മുട്ടി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞു വരുന്നത് ഇസ്രയേലിനെ കുറിച്ചാണ്. ഇസ്രയേലിന്റെ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബദ്ധശത്രുവായിട്ടുള്ള ഒരു രാജ്യം, പ്രത്യക്ഷത്തിൽ ഇന്ത്യയുമായി ശത്രുതയുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ പാകിസ്ഥാന്റെ അത്രയും വലിയ ശത്രുവല്ല ഇത് എന്ന് കരുതുന്നവർക്ക് പാകിസ്ഥാനെ കാട്ടിലും വലിയ വിഷമാണിവൻ എന്ന് മനസ്സിലാകുന്ന ഒരു ദിവസം വരും. സംഭവം തുർക്കിയാണ്. ഈ തുർക്കിയെ ഇസ്രായേൽ നോട്ടമിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇസ്രായേൽ ഒരു പുതിയ ശത്രു കൂടി ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ആ ശത്രുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ തുർക്കിയും ഇസ്രായേലും ഇപ്പോൾ മുഖാമുഖം വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇസ്രായേലിന് ശത്രുക്കളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നും തന്റെ സർക്കാർ ഇപ്പോൾ തുർക്കിയെ ശത്രുവായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ തിങ്കളാഴ്ച പറഞ്ഞു. ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പരസ്പരം പ്രസ്താവനകൾ നടത്തിയതോടെ തർക്കം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. ഇറാനു ശേഷം ഇസ്രായേലിന് ഒരു ശത്രുവില്ലാതെ ജീവിക്കാൻ കഴിയില്ല. വിദേശകാര്യമന്ത്രി ഫിദാൻ സർക്കാർ നടത്തുന്ന അനഡോലു വാർത്താ ഏജൻസിക്ക് നൽകിയ ടെലിവിഷൻ അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. നെതന്യാഹു ഭരണകൂടം മാത്രമല്ല, ചില പ്രതിപക്ഷ നേതാക്കളും തുർക്കിയെ പുതിയ ശത്രുവായി പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ കാണുന്നുവെന്നാണ് തുർക്കി മന്ത്രി പറയുന്നത്. ഇത് ഇസ്രായേലിലെ ഒരു പുതിയ സംഭവ വികാസമാണ്. ഇത് ഒരു സംസ്ഥാന തന്ത്രത്തെ രൂപപ്പെടുത്തുന്നുവെന്നും പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുർക്കി പ്രസിഡന്റ് എർദോഗനെതിരെ ആഞ്ഞടിച്ചു. സ്വന്തം കുർദിഷ് പൗരന്മാരെ വംശഹത്യ ചെയ്തതായും ഇറാന്റെ ഭീകര ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതായും ആരോപിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത നെതന്യാഹു പറഞ്ഞു, എന്റെ നേതൃത്വത്തിൽ ഇറാന്റെയും സഖ്യകക്ഷികളുടെയും ഭീകര ഭരണകൂടത്തിനെതിരെ ഇസ്രായേൽ തുടർന്നും പോരാടും. അതേസമയം എർദോഗൻ അവരെ പിന്തുണയ്ക്കുകയും സ്വന്തം കുർദിഷ് പൗരന്മാരെ വംശഹത്യ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായും തുർക്കിയെ കുറിച്ച് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.